Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, ma'am. Good morning, miss. Good morning. Miss. Good morning, miss. Good morning. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Okay. കഴിച്ചു. Good morning, ma'am. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് പ്രയർ സ്റ്റാർട്ട് ചെയ്യാം. മിസ്, എന്റെ പേര് സംനയാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ഗുഡ് മോർണിംഗ് മാം. ഇന്നത്തെ ക്ലാസ് ഞാനാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമുക്കൊരു പ്രാർത്ഥനയോട് കൂടി തുടങ്ങാം. പ്രാർത്ഥനയ്ക്കായി രഞ്ജിനിയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് മാം. എൻ്റെ പേര് രഞ്ജിനി. എറണാകുളം കിഴക്കുമ്പലത്താണ് വീട്. കൈകൾ രണ്ടും കൂപ്പി ഞങ്ങൾ ദൈവമേ വണങ്ങിടുന്നു. നല്ല വഴി കാട്ടിടേണേ, നടത്തിയിടണേ. നല്ല കാര്യം കണ്ടിടാനും നല്ല കാര്യം കേട്ടിടാനും നല്ല കാര്യം ചെയ്തിടാനും വരം തരണേ. കൈകൾ രണ്ടും കൂപ്പി ഞങ്ങൾ ദൈവമേ വണങ്ങിടുന്നു. നല്ല വഴി കാട്ടിടേണേ, നടത്തിയിടേണേ. ഗുഡ് മോർണിംഗ് ഓൾ. സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി അഞ്ജനയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ക്ലാസ് നമുക്ക് എടുത്തു തരുന്ന അശ്വതി മിസ്സിനെയും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും ഞാൻ നന്ദിപൂർവ്വം സ്നേഹപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തോട്ട് ഓഫ് ദ ഡേ പറയാൻ വേണ്ടി സൽമയെ ക്ഷണിക്കുന്നു. Good morning, teacher. Good morning, friends. വിദ്യാഭ്യാസം എന്നാൽ എഴുത്തും വായനയും പഠിക്കുക എന്നതല്ല, അത് പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള കരുത്താർജിക്കലാണ്. താങ്ക് യു. ആക്ഷൻ സോങ് എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടില്ല മിസ്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹെൽത്തിനെ കുറിച്ചിട്ടാണല്ലോ പറഞ്ഞത്. മുഴുവനാക്കിയില്ല എന്ന് തോന്നുന്നു. ഫിറ്റ്നസും ഓക്കെ. ഓക്കെ, അപ്പൊ ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം ഒരു തുടക്കത്തിന് വേണ്ടിയിട്ട്. അതായത് നമ്മൾ നല്ല ഫുഡ് കഴിച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരം നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹെൽത്തി ബോഡി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കി ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിവ ഉൾപ്പെടുത്തി നമ്മുടെ ശരീരത്തെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ നല്ല ഫുഡ് കഴിക്കുക അല്ലെങ്കിൽ ഫാറ്റ് അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക എന്നതിലുപരി നല്ല രീതിയിൽ നമ്മൾ എക്സസൈസും കൂടി ചെയ്യണം അല്ലെ? എന്തിനാ നമ്മൾ എക്സസൈസ് ചെയ്യുന്നേ? ഫിറ്റ്നസ് അതായത് നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ? എക്സസൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ? ബ്ലഡ് സർക്കുലേഷൻ കൂടും, ഫിസിക്കൽ ഫിറ്റ് ആവും, മെന്റലി ഫിറ്റ് ആവും, ഹെൽത്തി മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടാവും. മസിൽസിന് സ്ട്രെങ്ത് ഉണ്ടാവും അല്ലെ? ഓക്കെ. നമ്മുടെ മസിൽസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആകും അല്ലെ? മെന്റലി നമ്മൾ കുറച്ചും കൂടി നമ്മൾ സ്ട്രോങ് ആവും, എനർജറ്റിക് ആവും അല്ലെ? ഡേ ടു ഡേ ലൈഫിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും നല്ല ഊർജ്ജസ്വലതയോടെ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഗുണങ്ങളാണ് എക്സസൈസിനുള്ളത്. അപ്പൊ എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ സാധാ ചെയ്യുന്നത് എങ്ങനെയാ? ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ വീട്ടിലിരുന്നായിരിക്കും ചെയ്യുന്നത് അല്ലെ? അങ്ങനെയല്ലേ ചെയ്യുന്നത്? കൂടുതൽ ആളുകളും യൂട്യൂബ് ഒക്കെ നോക്കി ആപ്പുകളൊക്കെ ചെയ്യുന്നത്. ഇനി ചില ആളുകളാണെങ്കിൽ ജിമ്മിൽ പോകും അല്ലെ? അല്ലെ? കുറച്ചു പേരെങ്കിലും നമ്മള്
ഏറിയ ഭാഗമല്ല ഞാൻ പറയുന്നത്, കുറച്ച് വിഭാഗമെങ്കിലും എന്ത് ചെയ്യാറുണ്ട്, ജിമ്മിൽ പോകാറുണ്ട്. ജിമ്മിൽ ചെല്ലും, അവിടെ ട്രെയിനർ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. അതിലൂടെ അവർക്ക് നല്ല രീതിയിൽ അവരുടെ ബോഡി അല്ലെങ്കിൽ ഇപ്പൊ ഫിസിക്കൽ ഹെൽത്ത് ആയാലും മെന്റൽ ഹെൽത്ത് ആയാലും ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ മസിൽസ് ഒക്കെ ഒന്നും കൂടി സ്ട്രോങ് ആവും. അതുപോലെ തന്നെ ബോഡി ടോണിങ് ഉണ്ടാകും. അതൊക്കെയാണ് ജിമ്മിൽ പോകുന്നതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഇനി മറ്റൊരു വിഭാഗമാണെങ്കിൽ യോഗയായിരിക്കും ചെയ്യുന്നത് അല്ലെ. യോഗ ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ യോഗ സെന്ററിൽ പോയി ചെയ്യുന്ന ആളുകളുണ്ട്, വീട്ടിലിരുന്ന് യോഗ ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി ചില വിഭാഗം ആളുകളാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ നല്ലൊരു ഇതാണ് കേട്ടോ. മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളുണ്ട് ഇതിനകത്ത് ഇല്ല? ആരാണ് ചെയ്യുന്ന ആളെന്ന് പറഞ്ഞേ? ഞാൻ യോഗ പഠിപ്പിക്കുന്നുണ്ട്. എന്റെ പേര് കവിത എന്നാണ്. കവിത എന്നാണ് അല്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. അതെ അല്ലേ, മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഏതെങ്കിലും ഒരു ദിവസം നമ്മുടെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു യോഗ പോസ്റ്റർ ഒന്ന് കാണിക്കാമോ? ചെയ്യണം കേട്ടോ. അപ്പൊ മറ്റുള്ളവരും അതൊന്ന് ചെയ്യാം. ഈസി ആയിട്ടുള്ളത് മതി. ഓക്കെ. പ്രാണായാമം പോലുള്ള എക്സസൈസ് ഒക്കെ ഉണ്ടല്ലോ, അതായാലും മതി. ഓക്കെ, പെട്ടെന്ന് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്നത് കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ളത്. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു മെഡിറ്റേഷൻ ചെയ്യുന്നത് നമുക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യും. അതായത് നമ്മുടെ ശാരീരികമായിട്ടുള്ളതും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളതും നമ്മുടെ പ്രതിരോധ ശേഷി, അങ്ങനെ നമുക്ക് രോഗങ്ങൾ ഇല്ലാതിരിക്കുക, അങ്ങനെയുള്ള അവസ്ഥകളിലേക്കൊക്കെ എത്തിക്കുന്നതിനായിട്ട് മെഡിറ്റേഷൻ സഹായിക്കും കേട്ടോ. നല്ലതാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത്, ബ്രെയിനിന് നല്ലതാണ്, കോൺസെൻട്രേഷൻ കൂടും. നമ്മൾ ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി സ്പീഡിൽ എനർജറ്റിക് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, രാവിലെ മെഡിറ്റേഷൻ ചെയ്താണ് ഏറ്റവും നല്ലത്. അതായത് നമ്മൾ ഉറക്കം എണീറ്റ് കഴിഞ്ഞ് നമ്മൾ ബെഡിൽ ഇരിക്കുന്ന സമയം, അല്ലെങ്കിൽ ആ ഒരു സമയം ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് നമ്മൾ കുറച്ചു നേരം നമ്മൾ മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി മനസ്സിനെ ശാന്തമായിട്ട് നിർത്തി മെഡിറ്റേറ്റ് ചെയ്യുക. എല്ലാവരും ചെയ്യാനായിട്ട് തുടങ്ങുക കേട്ടോ. നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ട് എങ്ങനെയാണ് മെഡിറ്റേഷന്റെ കാര്യങ്ങൾ, യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ട് മെഡിറ്റേഷന്റെ. അതൊക്കെ ഒന്ന് എടുത്തിട്ട് നോക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റം വരും മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ. പിന്നെ അതുപോലെ തന്നെ ചില ആളുകളാണെങ്കിൽ ജോഗിങ്ങിന് പോകാറുണ്ട് അല്ലെ. രാവിലെയൊക്കെ നടക്കാൻ പോകുന്ന ആളുകളുണ്ട്. പ്രായമായിട്ടുള്ള ആളുകൾ എനിക്ക് കൂടുതലായിട്ട് ചെയ്യുന്നത് നടക്കാൻ പോവുക, അതുപോലെ തന്നെ ജോഗിങ്ങിന് പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഇനി വേറൊരു വിഭാഗം ആളുകള് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, അതായത് ബാഡ്മിന്റൺ, ഫുട്ബോൾ പോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാറുണ്ട് അല്ലെ. നമ്മള് ചില സ്ഥലത്തൊക്കെ കാണാറുണ്ട് അല്ലെ, ബാഡ്മിന്റൺ കളിക്കുന്നത് കാണാറുണ്ട്, ഫുട്ബോൾ കളിക്കുന്നത് കാണാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്ക് പ്രോപ്പർ ആയി കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പൊ ഒരു ദിവസം നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി മസ്റ്റ് ആയിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാക്കിംഗ് ചെയ്യാം, ജോഗിങ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും കാർഡിയോ എക്സസൈസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ബാഡ്മിന്റൺ, ഫുട്ബോൾ, ഷട്ടിൽ കളിക്കാന്നൊക്കെ പറയാം അല്ലെ. അങ്ങനെയുള്ള ആക്ടിവിറ്റീസിലൂടെ നമ്മളുടെ കലോറി ബേൺ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിന് നല്ലതാണ്, മെന്റൽ ഹെൽത്തിനും കൂടി നല്ലതാണ്. അപ്പൊ എക്സസൈസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് മാത്രമല്ല നമ്മൾ എക്സസൈസ് ചെയ്യുന്നത്. ആണോ? വെയിറ്റ് ലോസ് മാത്രമാണോ എക്സസൈസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല അല്ലെ. നമുക്ക് ധാരാളം കാര്യങ്ങളിൽ നമ്മുടെ ലൈഫിൽ തന്നെ മാറ്റം വരുന്നതായിട്ട് കാണാം എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് നമ്മൾ ജിമ്മിൽ പോകുന്ന സമയത്തൊക്കെ ഓരോരുത്തരുടെ ഏജ് അനുസരിച്ചുള്ള എക്സസൈസസ് ആണ് ജിം ട്രെയിനർ കൊടുക്കുക അല്ലെ. അതായത് അവരുടെ മെഡിക്കൽ കണ്ടീഷൻ അല്ലെ, ചിലവർക്ക് രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവും, ചിലർക്ക് അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകും. അപ്പോ ട്രെയിനർ എന്താ ചെയ്യുന്നത്, ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ബോഡി ടൈപ്പ്, അവരുടെ കണ്ടീഷനൊക്കെ അനുസരിച്ചിട്ടാണ് എക്സസൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഈ ഫിസിക്കൽ ഹെൽത്തും കൂടി പറയുന്നതിനോടനുബന്ധിച്ച് നമുക്ക് മെന്റൽ ഹെൽത്തും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്താണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്? നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന ധാരാളം പ്രശ്നങ്ങളുണ്ടല്ലേ. എന്തൊക്കെയാണത് പ്രോബ്ലംസ്?
ഡിപ്രഷൻ ആണോ? ഡിപ്രഷൻ എന്നാണോ പറഞ്ഞേ? ഡിപ്രഷൻ, ടെൻഷൻ, ടെൻഷൻ, ഓവർ തിങ്ക്. ഓവർ തിങ്കിങ്. ഓക്കെ. അതായത് മനസ്സിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസ് നമുക്കുണ്ട് അല്ലെ? നമുക്ക് സ്ട്രെസ് ഉണ്ട്, ആൻസൈറ്റി ഉണ്ട്, ഡിപ്രഷൻ, പിന്നെ ഇമോഷൻസ്, ഇപ്പൊ ഓവർ തിങ്കിങ്, പിന്നെ ചെറിയ വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് താങ്ങാൻ പറ്റാതെ വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്. സ്ലീപ്ലെസ് നൈറ്റ്സ്, അത് ഉറക്കമില്ലാത്ത രാത്രികൾ അല്ലെ? ചിലർക്കൊക്കെ ഉറക്കം കിട്ടുന്നുണ്ടാവില്ല. എത്ര പേര് നല്ല രീതിയിൽ ഉറങ്ങാത്തതുണ്ട് ഇവിടെ? എല്ലാവരും 6-7 മണിക്കൂറെങ്കിലും പ്രോപ്പർ ആയിട്ട് ഉറങ്ങുന്നുണ്ടോ? ഇല്ല. എന്താണ് ഉറങ്ങാൻ പറ്റാത്തതിന്റെ കാരണം എന്താ? ശിവരഞ്ജിനി ഉറങ്ങാറില്ലേ? ഉറക്കം കുട്ടിയുള്ളത് കൊണ്ട് ഉറക്കം അങ്ങനെ ശരിയാവാറില്ല. പകൽ ഉറങ്ങുന്നുണ്ടോ? പകലും ഉറങ്ങാറില്ല. പകല് ഈ പറഞ്ഞാൽ അവന്റെ പുറകെ നടക്കണം. പിന്നെ ഇപ്പോഴാണ് ആൾ അംഗൻവാടി പോയി തുടങ്ങിയത്. അത് കാരണം എല്ലാവർക്കും വാവ ഉള്ളത് കൊണ്ടാണോ? എന്താണ് അശ്വതി? അശ്വതി പറയൂ. അശ്വതി കുഞ്ഞാളുകളുണ്ട്. ഒന്നേകാൽ വയസ്സായുള്ളൂ. എന്താണ് അശ്വതി? 1.25 വയസ്സായുള്ളൂ. 1.25 വയസ്സായി. 1.25. അപ്പൊ രാത്രി ഉറക്കമില്ല, പകലും ഉറക്കമില്ല. ഓക്കെ. രാത്രി അപ്പൊ ഉറക്കം കുറവാണ് അല്ലേ? അഞ്ജു ജോസഫ്, അഞ്ജു. എനിക്കും കുട്ടിക്ക് 1.5 വയസ്സായിട്ടുള്ളൂ. അപ്പൊ പകല് ഈ ക്ലാസ്സിന്റെ ടൈമിലാണ് അവൾ ഉറങ്ങണത്. അല്ലാത്ത സമയത്തൊക്കെ ഈ ഓട്ടമാണ്. അപ്പൊ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നോക്കാൻ ആരുമില്ല. ഹസ്ബൻഡിന് നൈറ്റ് ആണ്. പിന്നെ പകലും കിടന്ന് ഉറങ്ങണോണ്ട് നമുക്ക് ഉറക്കം കറക്റ്റ് ആണ്. പിന്നെ വേറെ 2 കുട്ടികളുള്ളതുകൊണ്ട് അവരും ഇപ്പം അങ്ങാടും ഇങ്ങാടും ഓട്ടമാണ്. പകലും ഉറങ്ങാൻ പറ്റുന്നില്ല, രാത്രിയും ഉറക്കൂല. കുറച്ചെങ്കിലും സമയം പകല്, അതായത് അമ്മമാരുള്ള കുഞ്ഞുങ്ങളുള്ള അമ്മമാര് ശ്രദ്ധിക്കുക. കുറച്ച് സമയമെങ്കിലും പകല് കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. രാത്രി ഉറക്കം നിൽക്കുന്ന ആളുകൾ കുറച്ച് സമയമെങ്കിലും മതി. കുഞ്ഞുറങ്ങുന്ന സമയത്തായാലും മതി. അതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. കാരണം ഉറക്കം നമ്മുടെ ലൈഫിൽ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. അപ്പൊ നമ്മള് പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞാല്, നമുക്ക് മനസ്സിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ആൻസൈറ്റി ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇമോഷൻസ് വരും. നമുക്ക് പെട്ടെന്ന് ചെറിയ എന്തെങ്കിലും വിഷമങ്ങളോ പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിനെ താങ്ങാൻ പറ്റാതെ വരും അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങള് നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഉറക്കമുണ്ടാവില്ല. അതായത് നമ്മളെ എന്തെങ്കിലും സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നമ്മൾ ഭയങ്കരമായിട്ടുള്ള ടെൻഷനിലാണെങ്കിൽ നമ്മളുടെ ഉറക്കത്തെ അത് ബാധിക്കും. നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. ഏത് സമയവും ആലോചനയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക. അതൊരു ഫാക്ടറാണ്, ഉറക്കത്തിന്റെ ഫാക്ടർ അല്ലേ അത്? ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളത്. അതായത് നമ്മള് ശരിയായിട്ടുള്ള, അതായത് നമ്മുടെ കറക്റ്റ് ഒരു ടൈം ഉണ്ടല്ലോ. നമുക്കിപ്പോ രാവിലെ, അതുപോലെ ഉച്ചയ്ക്ക്, വൈകുന്നേരം, ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം സ്കിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലേറ്റ് ആയി കഴിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം ഉറക്കം നഷ്ടപ്പെടാം നമുക്ക്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, കുറച്ച് ഭക്ഷണമായാലും നമ്മൾ ആ കൃത്യസമയത്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വളരെ കൂടുതൽ ഭക്ഷണമൊന്നും കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കുറച്ചാണെങ്കിലും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് വൈകുന്നേരത്തെ ഭക്ഷണം നേരത്തെ ആക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ വൈകി ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഡൈജഷനെ അത് ബാധിക്കുകയും നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാകുകയും ചെയ്യും. ആർക്കെങ്കിലും അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ? ശരിയാണോ ഞാൻ പറഞ്ഞത്? എത്ര മണിക്കാണ് രാത്രി ഭക്ഷണം കഴിക്കുന്നത്? ഒരു 8:30 ഭക്ഷണം കഴിക്കും. 9 മണി.
9 മണി അല്ലേ? ഓക്കെ. പിന്നെ 8:30 9 മണി. 8:30-8:30-ക്കുള്ളിൽ ഭക്ഷണം 10 കഴിക്കണം. മണി. 10 മണിയോ? പിന്നെ 8 മണിക്കുള്ളിലെങ്കിലും ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 8 മണി മാക്സിമം പോയാൽ 8 മണി അതിനുള്ളിൽ ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉറക്കവും നേരത്തെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉറക്കവും തമ്മിലുള്ള വ്യത്യാസം. ചിലപ്പോൾ നമുക്ക് അതായത് ഒരാഴ്ചയോ അല്ലെങ്കിൽ 2-3 ദിവസങ്ങളിലൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോ ലേറ്റ് ആയിട്ട് ഒരു 10 മണിക്ക് ഭക്ഷണം കഴിക്കുന്ന ആള് 8 മണിക്ക് ഭക്ഷണം കഴിക്കുമെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ടും 10 മണിയാകുമ്പോൾ അയാൾക്ക് വിശപ്പുണ്ടാകും അല്ലെ? നേരത്തെ ഭക്ഷണം കഴിച്ചാല് ആ സമയമാകുമ്പോ അദ്ദേഹത്തിന് വിശപ്പ് അല്ലെ? അപ്പൊ എന്തെങ്കിലും നമ്മളെടുത്ത് കഴിക്കുമോ അല്ലെ? പക്ഷെ നമ്മൾ മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ സമയം ആകുമ്പോൾ അതായത് 8 മണി എന്നുള്ളത് 8 മണി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു കാരണവശാലും നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പാടില്ല. ഓക്കെ. അതുപോലെ തന്നെ വിശക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് വിശപ്പ് അനുഭവപ്പെടും. ചിലപ്പോൾ നമ്മൾക്കത് വെള്ളം കുടിക്കാത്തതിന്റെ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചിട്ട് വിശപ്പ് ഇതാക്കാനായിട്ട് നോക്കുക. പിന്നെ നമുക്ക് വിശക്കില്ല അധികം. അപ്പോ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ 2-3 ദിവസം അല്ലെങ്കിൽ മാക്സിമം പോയാൽ ഒരാഴ്ച ആ ഒരു സമയം മാത്രമേ ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനോട് അഡാപ്റ്റ് ആവും. അപ്പൊ 8 മണി മാക്സിമം കേട്ടോ. 8 മണിക്ക് ഡിന്നർ അവസാനിപ്പിച്ച് പിന്നീട് 2 മണിക്കൂറിന് ശേഷം ഉറങ്ങാൻ കിടന്നാൽ നിങ്ങൾക്ക് നല്ല സുഖമായിട്ടുള്ള ഉറക്കം കിട്ടും. അതിന്റെ കൂടെ നമ്മൾ എക്സസൈസും കൂടെ ഒക്കെ ചെയ്യുവാണെങ്കിൽ വളരെ ബെറ്റർ ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? നമ്മൾ ആളുകളായിട്ട് മിങ്കിൾ ചെയ്യണം. അല്ലെങ്കിൽ ഏകാന്തമായിട്ട് നമ്മൾ ഇരിക്കുമല്ലോ ഒറ്റയ്ക്ക്. എപ്പോഴും ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നൽ ഉണ്ടാകും അല്ലെ? എന്റെ കൂടെ ആരുമില്ല, എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരുമില്ല. അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് മറ്റുള്ളവരുമായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പൊ വിഷമം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടിയും ആളുകൾ തമ്മിൽ കൂടുമ്പോൾ പരസ്പരം ചിരിയും അതുപോലെ തമാശയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതിനകത്ത് പങ്കുചേരുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ. അപ്പോ നമ്മുടെ മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമാണ് എന്ത്? ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പോ കൃത്യമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കി നല്ല രീതിയിൽ മറ്റുള്ള ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് എന്താ പറയാ പരസ്പരം കോപ്പറേറ്റ് ചെയ്തു പോകുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രതിവിധി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ മെന്റൽ ഹെൽത്ത് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക എന്തൊക്കെയാണ്? ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുക. നിങ്ങളുടെ മനസ്സിന് ഭയങ്കരമായിട്ടൊരു സന്തോഷം ഉണ്ടാവും അല്ലേ? ഇല്ലേ? അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ സ്ട്രെസ് കുറയുന്നതായിട്ട് കാണാറുണ്ട്. അനുഭവത്തിൽ ഉണ്ടാവും. എങ്ങനെയാണ്? അതിപ്പോ നമ്മുടെ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളാവാം, അല്ലെങ്കിൽ ഇവൻ നമ്മുടെ ഹസ്ബൻഡ് ആവാം, കുട്ടികളാകാം അല്ലെ? അത്തരത്തിലുള്ള നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ആളുകള്, ആ ആളുകളും നമ്മളെയും തിരിച്ചിഷ്ടപ്പെടുന്നുണ്ട്. അപ്പോ നമ്മൾക്ക് കിട്ടുന്ന സ്നേഹം അല്ലെങ്കിൽ നമ്മളോട് കാണിക്കുന്ന റെസ്പെക്ട് ഇതൊക്കെ നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആശ്വാസം നൽകുന്നതാണ് മനസ്സിന് അല്ലെ? അപ്പോ നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ മെന്റൽ ഹെൽത്ത് ആണ് അവിടെ ഇംപ്രൂവ് ആവുന്നത്. ഓക്കെ. അത് നമ്മുടെ മുഖത്തും പ്രതിഫലിക്കും അല്ലെ? നമ്മൾ ഇഷ്ടപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷമൊക്കെ നമ്മുടെ മുഖം നല്ല രീതിയിൽ ഗ്ലോയിങ് ആവും. അതുപോലെ നല്ല രീതിയിൽ പ്രസന്നമായിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. വല്ലാത്തൊരു തിളക്കം ഉണ്ടാവും നമ്മുടെ മുഖത്ത്. കാരണം നമ്മുടെ മെന്റൽ ഹെൽത്തിന് അത് വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് അത് മുഖത്ത് റിഫ്ലക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ആ ഒരു കാര്യവും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കരുത്. നമ്മുടെ മെന്റൽ ഹെൽത്തിനാണ്. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടിയാണ് അല്ലെ? നമുക്ക് വേണ്ടിയും നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മള് നല്ല രീതിയിൽ അതായത് നമ്മുടെ ഫാമിലിക്ക് നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കണമെങ്കിൽ ആദ്യം നമ്മുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും നന്നായിരിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെക്കാനായിട്ട് പാടില്ല. നമ്മൾ ഈ ലോകത്ത് കുറച്ചു കാലം മാത്രം ജീവിക്കുകയുള്ളൂ. ആ ജീവിക്കുന്ന സമയത്ത്
നല്ല രീതിയിൽ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക അല്ലെ. ആരാലും അറിയപ്പെടാതെ പോകുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് 2-3 പേര് അറിഞ്ഞിട്ട് മരിക്കുന്നത് അല്ലെ. എന്റെ ഒരു ഒപ്പീനിയൻ ആണോ ഞാൻ പറയുന്നത്. അപ്പൊ നമ്മളായിട്ടിരിക്കുന്നത് ഈ ജന്മത്തിൽ മാത്രമാണ് അല്ലെ. അടുത്ത ജന്മത്തിൽ ചിലപ്പോൾ നമ്മൾ കാക്കയാകാം, പട്ടിയാകാം, പൂച്ചയാകാം. അതൊന്നും നമുക്കറിയില്ല. 7 ജന്മം ഉണ്ടെന്ന് പറയുന്നതെങ്കിൽ കൂടി നമുക്കറിയില്ല. നമ്മുടെ ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മനുഷ്യ ജീവിതമാണ്. അപ്പൊ ഓക്കെ, അപ്പൊ എല്ലാവരും അവരുടെ, ഇപ്പൊ എന്റെ പേര് അശ്വതി എന്നാണ്. എനിക്ക് അശ്വതിയായിരിക്കാൻ കഴിയുക ഈ ജന്മത്തിൽ മാത്രമാണ്. പിന്നീട് ഒരു ജന്മം ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട, നമ്മൾ ചില കാര്യങ്ങളൊക്കെ മുമ്പ് മാറ്റി വെച്ചിട്ടുണ്ടാകും. ആ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കണം. അതിലൂടെ നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, ക്ലിയർ ആയില്ല വിചാരിക്കുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, കുറെ പോയിന്റ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. മറ്റൊരു കാര്യമാണ് നമ്മൾ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളത്. ആരെങ്കിലും ആസ്വദിക്കാറുണ്ടോ, എൻജോയ് ചെയ്യാറുണ്ടോ? രാവിലെ എണീറ്റ് ചുറ്റുവട്ടത്തൊക്കെ ഒന്ന് നോക്കാറുണ്ടോ? ഉണ്ട് അല്ലെ. രാവിലെ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു, എന്താ പറയാ, നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മനസ്സിന് ഭയങ്കര ആശ്വാസമാണ് ഇതൊക്കെ കാണുമ്പോഴല്ലേ അല്ലെ. രാവിലെ എണീറ്റ് എന്താ പറയാ, ചുറ്റുവട്ടം ഒന്ന് നോക്കുക, ഇലകളെയും പൂക്കളെയൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുക, പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കുക, സൂര്യപ്രകാശം കാണുക. ഇതൊക്കെയെന്ന് പറഞ്ഞാല് നമ്മുടെ മനസ്സിന് എന്താ പറയാ, ഒരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോ അത് ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി പാട്ട് കേൾക്കുക എന്നുള്ളത്. മ്യൂസിക് കേൾക്കാറുണ്ടോ? പാട്ട് കേൾക്കാറുണ്ടോ ആരെങ്കിലും? കേൾക്കാറുണ്ട് അല്ലെ. കേൾക്കാറില്ല? കേൾക്കാറുണ്ട്. എപ്പോഴാണ് പാട്ട് കേൾക്കുന്നത്? എനിക്ക് മാഡം, എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് പുറത്താണ്, കുട്ടികളും സ്കൂളിൽ പോയി കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പൊ ഒരു ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ പാട്ട് കേൾക്കുകയും ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് പാടാൻ പറ്റണ പോലെ അതിൽ മൊബൈലിൽ നോക്കിയിട്ട് പാടുകയും ചെയ്യും. അപ്പൊ നല്ലൊരു സമാധാനം, ഒരു ഫീലിങ്സ് ആണ്. അപ്പൊ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പാട്ട് പാടുമ്പോ ആ ഒരു സ്ട്രെസ് കുറയും. ഒറ്റയ്ക്ക് ആവണേനുള്ള ഒരു സ്ട്രെസ് കുറയും. രാവിലെ തന്നെ റേഡിയോ അൻവർ ദീവൈ. എന്താ പേര്? അൻവർ എന്നല്ലല്ലോ പേര്. എന്താ പേര്? ജുബൈരിയ. പറഞ്ഞോളൂ. രാവിലെ തന്നെ എണീക്കുമ്പോ അടുക്കളയിൽ കയറുമ്പോ തന്നെ റേഡിയോ വെക്കാറുണ്ട്. പിന്നെ അടുക്കളയിൽ ജോലിയൊക്കെ കഴിയുമ്പോഴേ അത് ഓഫ് ചെയ്യാറുള്ളൂ. അപ്പൊ അത് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് തോന്നാറുണ്ട്. അതായത് നമ്മള് രാവിലെ എണീക്കുന്ന സമയത്ത് പാട്ട് കേൾക്കുന്നത് നല്ലതാണ്. രാവിലെ എണീക്കുന്ന സമയത്തും ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ഒരു പാട്ട് വീതം. അധികം പാട്ടൊന്നും കേട്ട് അവിടെ ഉള്ള ആളുകളുടെ ചീത്ത കേൾക്കരുത്. ഒരു പാട്ടെങ്കിലും മാക്സിമം. രാവിലെ ഇരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ ആ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് ഫ്രീ ആവുകയാണ് അല്ലെ. നമ്മൾ ഒരു ദിവസം നമ്മുടെ ഒരു നല്ല തുടക്കം എന്ന് അല്ലെ. അപ്പൊ ആ ഒരു മോർണിംഗ് സമയത്ത് ഒരു പാട്ട് കേൾക്കുന്നത് വളരെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കുക, നല്ല രീതിയിൽ മ്യൂസിക് നല്ല രീതിയിൽ ലിസൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നമ്മുടെ മാനസിക പ്രശ്നങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി അത് സഹായിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമ്മള് എന്താ പറയാ, ചില സമയത്ത് ദേഷ്യപ്പെടാറുണ്ട് അല്ലെ. കുഞ്ഞുങ്ങളോടായാലും അതുപോലെ നമ്മുടെ ഹസ്ബൻഡിനോടായാലും ഫാമിലി മെമ്പേഴ്സിനോടായാലും ചില സമയത്ത് നമ്മൾ ദേഷ്യപ്പെടും. അപ്പൊ ഈ ദേഷ്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ദേഷ്യം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പറയാമോ? പാട്ട് വരെ ദേഷ്യം പറയാറുണ്ട്. ഒരു 10 വരെ ദേഷ്യം പറയാറുണ്ട്. കണ്ണടച്ച് 10 വരെ എണ്ണി. കണ്ണടച്ചിട്ട് ഒരു 10 നമ്പേഴ്സ് എണ്ണും. 1 തുടങ്ങി 10 വരെ എണ്ണും കണ്ണടച്ചിട്ട്. അപ്പൊ കുറച്ച് കുറയണ പോലെ തോന്നുന്നുണ്ട്. കുറച്ച് കുറയണ പോലെ അല്ലെ. മിണ്ടാതിരിക്കും അല്ലെ. നൂറിഷ എന്താ ചെയ്യുന്നേ ദേഷ്യം വരുമ്പോ? കുറച്ചു നേരം മിണ്ടാതിരിക്കും. ഒറ്റയ്ക്ക് മാറി മിണ്ടാതിരിക്കും കുറച്ചു നേരം. അന്നേരം കുറച്ചൊക്കെ മാറും. നമ്മുടെ ദേഷ്യം നല്ലതാണോ നമുക്ക്? നോ, അല്ല, ഒരിക്കലും അല്ല. ദേഷ്യം വരുമ്പോള് ബാഡ് ഹോർമോൺസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക നമ്മുടെ ശരീരത്തിൽ അല്ലെ. കോർട്ടിസോൾ പോലുള്ള
ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യും. അത് നമ്മളെ പല രീതിയിലുള്ള രോഗങ്ങളിലേക്ക് നയിക്കും. അപ്പൊ ദേഷ്യം എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. മാക്സിമം കൺട്രോൾ ചെയ്യുക കേട്ടോ. ഓക്കെ. ഐശ്വര്യ ഹലോ മാം എന്ന് പറയുന്നുണ്ടല്ലോ, എന്താ പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? മിസ്, ഞാന് മെയ് മാസത്തെ ബാച്ചിൽ ഐശ്വര്യ പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. ഏത് നമ്പർ പറയാമോ? MT എത്രയാണെന്ന്? MT 14. എന്താ പറ്റി ഇങ്ങോട്ട് വന്നത്? അതെ, കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നപ്പോ അവിടുത്തെ ക്ലാസ് ഒക്കെ മിസ്സിംഗ് ആയി പോയി. അതെ അല്ലേ? അപ്പൊ ഞാൻ ഇതിലോട്ട് ചാടി. ഓക്കെ, സന്തോഷം. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നോ? കഴിഞ്ഞ വീക്ക് ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല മിസ്സേ, ഞങ്ങളെ ഇന്നലെയാണ് ഇതിലേക്ക് ആഡ് ചെയ്തത് അല്ലേ? ആ, വിളിച്ചു ചോദിച്ചിട്ട് മീനുമോൾ ഞങ്ങള് രണ്ടുപേരും ഇങ്ങോട്ട് പോന്നു അല്ലേ? രണ്ടുപേരും കൊണ്ട് പോന്നു. ഓക്കെ. അപ്പോ പാട്ടുകൾക്ക് ദേഷ്യത്തിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ ദേഷ്യം കുറയ്ക്കുന്നതിന് വേണ്ടി, ദേഷ്യം നമ്മുടെ ലൈഫിൽ അത്ര നല്ല ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല, അല്ലാന്ന് തന്നെ പറയാം. അപ്പൊ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ദേഷ്യം വരുന്ന സമയത്ത് ശ്വാസം എന്താ പറയാ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് എടുക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുവിധം ആ സമയത്ത് ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചില ആളുകൾ കൗണ്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു, 1 തുടങ്ങി 10 വരെ. അതിലൂടെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോ നമ്മള് മാക്സിമം ദേഷ്യം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. ആ ദേഷ്യത്തെ നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി വെച്ചാൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള വ്യത്യാസങ്ങളുടെ നമ്മുടെ ലൈഫിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. കുറച്ച് നാളൊന്ന് ദേഷ്യത്തെ ഒന്ന് കൺട്രോൾ ചെയ്ത് നോക്കുക. എന്നിട്ട് ഞാൻ ചോദിക്കാം നിങ്ങളോട്, നാളെ തുടങ്ങി ചെയ്യില്ലേ? ദേഷ്യപ്പെടുന്ന ആളുകൾ ഉണ്ടെങ്കിൽ, കുട്ടികളോട് വരെ ദേഷ്യപ്പെടുന്ന അമ്മമാരുണ്ട് അല്ലെ? ചിലവര് കുട്ടികളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ചിലപ്പോൾ കുട്ടികളോടായിരിക്കില്ല, അതായത് വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും, എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഹസ്ബൻഡുമായിട്ട് ചിലപ്പോൾ വഴക്കിടുന്ന സമയത്തോ അല്ലെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ചിലപ്പോൾ കുഞ്ഞുങ്ങളോട് ദേഷ്യപ്പെടുന്ന അമ്മമാര് പോലും ഉണ്ട്. ഓക്കെ. അപ്പൊ അത് അത്ര നല്ലതല്ല, അത് ഒഴിവാക്കാനായിട്ട് നോക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രെസ് കുറയ്ക്കാൻ പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് എക്സസൈസ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എക്സസൈസ് നല്ല രീതിയിൽ ചെയ്യുക. അതായത് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ സെറാട്ടോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ ബോഡിയില്. ഇത് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഓക്കെ. അപ്പൊ എക്സസൈസ് ചെയ്യുന്നതും എന്താണ്, മെന്റൽ ഹെൽത്തിന് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക. 6 തുടങ്ങി 8 മണിക്കൂർ വരെ കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതും നമ്മുടെ സ്ട്രെസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഓക്കെ. പിന്നെ ഈ ഉറക്കം ശരിയായില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് മൈഗ്രെയിൻ പോലുള്ള ഇഷ്യൂസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ പല രീതിയിൽ, അതായത് തലകറക്കം പോലുള്ള കാര്യങ്ങള്. പിന്നെ നമുക്ക് ചില ആളുകൾക്ക് ഉറക്കം കൃത്യമായിട്ട് കിട്ടിയില്ലെങ്കിൽ വിശപ്പ് കൂടുന്നതായിട്ട് കാണാം. ഉണ്ടോ അങ്ങനെ ആരെങ്കിലും? ഇല്ല. വിശപ്പ് കൂടും ചില ആളുകൾ. ഇല്ല, വിശപ്പ് കൂടുന്നതായിട്ട് കാണാം കേട്ടോ. ചില ആളുകൾക്ക് മാത്രം, എല്ലാവർക്കും അല്ല ഞാൻ പറയുന്നത്. അതായത് ഉറക്കം കൃത്യമായിട്ടല്ലെങ്കിൽ പിറ്റേ ദിവസം നല്ല രീതിയിൽ വിശപ്പുണ്ടാവും, വാരി വലിച്ച് ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യും. അത് നമ്മുടെ വെയിറ്റ് കൂടാനും കാരണമാവും. അങ്ങനെയാണ്. അതായത് ഉറക്കം എന്ന് പറയുന്നത് ഇപ്പൊ വെയിറ്റ് ലോസിന് പോലും ആഗ്രഹിക്കുന്നവരോട് ഡോക്ടർ പറയുന്ന കാര്യം അല്ലെങ്കിൽ ട്രെയിനർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഉറങ്ങണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഭക്ഷണം കൺട്രോൾ ചെയ്യുന്നത് പോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നത് പോലെ തന്നെ പ്രോപ്പർ ആയിട്ട് ഉറങ്ങുക എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. എത്ര ലിറ്റർ വെള്ളം കുടിക്കാറുണ്ട്? ഞാൻ വെള്ളം കുടിക്കട്ടെ കേട്ടോ. എത്ര ലിറ്റർ വെള്ളം കുടിക്കാറുണ്ട്? അങ്ങനെ കണക്കൊന്നുമില്ല, ദാഹിക്കുമ്പോ കുടിക്കും. അങ്ങനെ ചിലപ്പോ 1 ലിറ്റർ ഒക്കെ കുടിക്കും. 1 ലിറ്റർ ആണോ കുടിക്കണ്ടേ? 3 ലിറ്റർ കുടിക്കാറുണ്ടോ? 3 ലിറ്റർ ആരെങ്കിലും കവർ ചെയ്യാറുണ്ടോ? 18 ഗ്ലാസ് വെള്ളം, 3 ലിറ്റർ. ഇല്ല. 10 ഗ്ലാസ് വെള്ളം എന്നാണ് ഡോക്ടറിന്റെ കണക്ക് അല്ലെ? ആണോ? 8 8 ആണോ?
ഓക്കെ. അതായത് ഓരോരുത്തരുടെ ബോഡി വെയിറ്റിനനുസരിച്ച് വെള്ളത്തിൽ വ്യത്യാസം വരും. 20 കിലോ വെച്ചിട്ട് 1 ലിറ്റർ വെള്ളം എന്നാണ് പറയുന്നത്. 20 കിലോ വെച്ചിട്ട് 1 ലിറ്റർ വെള്ളം. അപ്പൊ അങ്ങനെയാവുമ്പോൾ 10-70 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ 3.5 ലിറ്റർ വെള്ളം കുടിക്കേണ്ടി വരും അല്ലെ? അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും. നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ലോസിന് സഹായിക്കും. പിന്നെ പലവിധ രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യുന്നതിന് വെള്ളം സഹായിക്കുന്നതാണ്. അപ്പൊ 1 ലിറ്റർ ഒന്നും കുടിച്ചാൽ പോരാട്ടോ, നന്നായിട്ട് വെള്ളം കുടിക്കണം. ഓക്കെ. അതായത് നമ്മൾ രാവിലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മൾ രാവിലെ തന്നെ എത്ര പേര് വെള്ളം കുടിക്കുന്നവരുണ്ട്? 1 ലിറ്റർ ആരെങ്കിലും കവർ ചെയ്യാറുണ്ടോ രാവിലെ? ഞാൻ 1 ലിറ്റർ വെള്ളം കുടിക്കും. 1 ലിറ്റർ വെള്ളം രാവിലെ കുടിക്കുക. അങ്ങനെ കുടിക്കുന്നതിലൂടെ നമുക്ക് എന്താ പറയാ, വിശപ്പിനെ ഒരു പരിധി വരെ പ്രിവെന്റ് ചെയ്യാൻ പറ്റില്ലേ കവിത? രാവിലെ തന്നെ വെള്ളം കുടിക്കുന്നതിലൂടെ വിശപ്പിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പലവിധ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും, അല്ലെങ്കിൽ പലവിധ അസുഖങ്ങൾ വരാതെ തടയാനായിട്ട് വെള്ളം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് വെള്ളം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അങ്ങനെ കുറേയധികം ഗുണങ്ങൾ എന്തിനുണ്ട്. അപ്പൊ വെള്ളം എന്തോരം കുടിച്ചാലും എന്താ പറയാ, കുറേയധികം കുടിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. ഒരു 3 ലിറ്റർ വെള്ളം വരെ അറ്റ്ലീസ്റ്റ് കുടിക്കുക. അതായത് രാവിലെ 1 ലിറ്റർ എന്തായാലും നിങ്ങൾ കവർ ചെയ്യുക, പിന്നീട് ഉച്ചയ്ക്ക് കഴിക്കുക, പിന്നീട് ഈവനിങ് ടൈം. രാത്രി അത്ര വെള്ളം കുടിക്കുന്നത് അത്ര നല്ലതല്ല കൂടുതൽ. കാരണം നമുക്ക് ഉറക്കത്തിൽ പ്രശ്നം വരും. നമുക്ക് ഏത് സമയവും ടോയ്ലറ്റിൽ പോകാനായിട്ട് തോന്നും, യൂറിനേറ്റ് ചെയ്യാനായിട്ട് തോന്നും. അതുകൊണ്ട് രാത്രി ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക, കൂടുതലാവരുത്. പകല് നമ്മള് ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൽ ഹൗസ് വൈഫായിട്ട് നിൽക്കുന്നവരാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. ചിലർക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായിരിക്കുള്ളൂ. പക്ഷെ നമ്മൾക്കിപ്പോ വിശക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ആ വിശപ്പിനെ കൺട്രോൾ ചെയ്യാനും സാധിക്കും. ഓക്കെ. അപ്പൊ അതാണ് വെള്ളത്തിന് വാട്ടറിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ആണ് നമ്മുടെ ലൈഫിൽ ഉള്ളത്. അപ്പൊ അതിനെ ഒഴിവാക്കാനായിട്ട് പാടില്ല. പിന്നെ അതുപോലെ തന്നെ സ്മോക്കിംഗ് ഒഴിവാക്കണം. അതായത് നിങ്ങളിപ്പോ സ്ത്രീകളാണ്, ഇപ്പൊ ഞാൻ പൊതുവെ പറഞ്ഞതാണ്, പുരുഷന്മാരൊക്കെ സ്മോക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവരുടെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് സ്മോക്കിംഗ് ഒഴിവാക്കുക. അതുപോലെ തന്നെ ആൽക്കഹോൾ അഡിക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അത് ഒഴിവാക്കുക. പിന്നെ ചുയിങ്കം പോലുള്ള കാര്യങ്ങളൊക്കെ ചിലവർ ചവയ്ക്കാറുണ്ട് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അപ്പൊ ഇതൊക്കെ നമ്മുടെ എന്താണ് മെന്റൽ ഹെൽത്തിന് നല്ലതായിട്ട് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളാണ്, അതായത് നെഗറ്റീവ് തോട്ട് ഒഴിവാക്കുക എന്നുള്ളത്. ചില ആളുകളുണ്ട് എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാറുണ്ട് അല്ലെ. നെഗറ്റീവ് മൈൻഡുള്ള ആളുകള്, ഏത് സമയവും നെഗറ്റീവ് പറയുന്ന ആളുകള്, അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്താണ് അവരുടെ കൂടെ കൂടുമ്പോ നിങ്ങൾക്ക് തോന്നുന്നേ? നിസ്യാമോള് പറയൂ. നമുക്ക് എന്ത് ചെയ്യണമെന്ന് ബാക്കിയുള്ളവരൊക്കെ മ്യൂട്ട് ചെയ്യൂ. നിസിയ പറയൂ. നിസിയ, നെഗറ്റീവ് കേൾക്കുമ്പോ നമ്മൾ ആ റൂട്ടിൽ കൂടെ പോകുന്നു എന്ന് തോന്നിപ്പോവും. നമ്മൾ നെഗറ്റീവായി മാറും. ആ ചിന്തകൾ പിന്നെ നെഗറ്റീവിലോട്ട് മാത്രമായിരിക്കും. പോസിറ്റീവ് ഒന്നും കാണാൻ പറ്റാത്തൊരു ഇതാകും. നമ്മള് ഒന്നും കഴിയില്ലാന്ന് തോന്നും. ഓക്കെ. അപ്പോ ഈ നെഗറ്റീവ് പറഞ്ഞു പറഞ്ഞാലും അത് ഇല്ല നടക്കില്ല, അത് ഗെയാവും എന്ന് പറയും. പിന്നെ നമുക്കത് മുന്നോട്ട് അത് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോ പറ്റാറില്ല. സ്റ്റോപ്പ് ചെയ്യും.
രഞ്ജിനിക്ക് എന്താ പറയാനുള്ളത്? രഞ്ജിനി രഞ്ജിനി ഭയങ്കര ശബ്ദമുണ്ട് കേട്ടോ. അശ്വതി മ്യൂട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, അതായത് ഈ നെഗറ്റീവ് ചിന്ത നമ്മൾ ഒഴിവാക്കണം നമ്മുടെ ജീവിതത്തിൽ നിന്ന് തന്നെ കേട്ടോ. നെഗറ്റീവ് തിങ്കിങ് പാടില്ല. നെഗറ്റീവ് ചിന്ത ഉള്ള ഒരാൾക്ക് കോൺഫിഡൻസ് കുറവായിരിക്കുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ ചിലപ്പോൾ നെഗറ്റീവായിട്ട് ചിന്തിക്കണം എന്നില്ല. മറ്റൊരാളുടെ നെഗറ്റീവ് കേട്ടിട്ട് നമ്മുടെ കോൺഫിഡൻസിനെ നമ്മൾ ഇല്ലാണ്ടാക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ? നെഗറ്റീവ് തോട്ട് പറയുന്ന ആളുകള് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകൾ, അവരുമായിട്ട് നമ്മൾ അധികം മിങ്കിൾ ചെയ്യാതിരിക്കുക. ഓക്കെ, അല്ലെങ്കിൽ അവര് പറയുന്ന കാര്യം ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി കളയുക എന്നുള്ളതാണ്. ചിലവരങ്ങനെ ഉണ്ട്. ചില ആളുകളുണ്ട് കൂട്ടം കൂടി നിൽക്കുമ്പോൾ, അതായത് ഇപ്പൊ ബോഡി ഷേമിംഗ് ഒക്കെ നേരിടുന്ന ആളുകൾ കുറെ അധികം നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലെ. ഇപ്പൊ ചിലപ്പോ കല്യാണ സദസ്സിലോ അല്ലെങ്കിൽ കല്യാണത്തിന്റെ ആഘോഷങ്ങൾക്കോ ഒക്കെ കൂട്ടം കൂടി നിൽക്കുമ്പോഴാ ഒരാളിങ്ങനെ പറയാം, നീ ഭയങ്കര തടി വെച്ചല്ലോ, ഈ എന്ത് പോലെ ആവുത്, മുമ്പായിരുന്നു കാണാൻ നല്ല ഭംഗി, എത്രയും പെട്ടെന്ന് തടി കുറക്കട്ടോ. ഇങ്ങനെ ഒരാളോട് പറയുവാണ്, അതായത് വണ്ണം വെച്ച ആളോട് പറയുവാണെങ്കിൽ ആ വ്യക്തിക്ക് ആ ദിവസം മുഴുവൻ, അതായത് കല്യാണത്തിന്റെ ചിന്തകളൊന്നും ആയിരിക്കില്ല ഉണ്ടായിരിക്കുക, കല്യാണത്തിന് കൂടാൻ വന്നതെങ്കിൽ കൂടി. പക്ഷെ എന്താണ്, ഈ ഒരു കാര്യം മറക്കില്ല. രാത്രി മുഴുവനും ഇത് തന്നെയായിരിക്കും ആലോചിച്ചിരിക്കുന്നത് അല്ലെ. ആണോ? ഇപ്പൊ എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്, ഇത് മാത്രമല്ല പല കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, ഇതുപോലെ തന്നെ വിഷയം മാത്രമായിട്ടല്ല, പല കാര്യങ്ങളും ഉണ്ട്. നമ്മളെ കളിയാക്കുന്ന രീതിയില്, അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ തളർത്തുന്ന രീതിയിലൊക്കെ ഉള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അത് നമ്മൾക്ക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾക്കും ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിൽ കയറും, നമ്മൾ അത് വിചാരിച്ചുകൊണ്ടേയിരിക്കും അല്ലെ. നമ്മളെന്തെങ്കിലും കാര്യം ലൈഫിൽ ചെയ്യാൻ പോകുന്ന നമ്മൾ അവരോട് പറയുമ്പോ അവരപ്പോഴേ നെഗറ്റീവ് അടിക്കും. അതോടെ നമ്മളെ ഒരു കോൺഫിഡൻസ് നമുക്ക് പേടിയാണ്. നമ്മുടെ ലൈഫിൽ എന്താ നല്ലത് അവർക്ക് ആദ്യം പറയാനായിട്ട് പേടിയാണ്. അവരെന്തായാലും റെസ്പോണ്ട് ചെയ്യണത് നമുക്ക് നേരത്തെ അവര് എന്തായാലും നെഗറ്റീവ് ആയിരിക്കും പറയും. എന്തായാലും നമുക്ക് അവർക്ക് പറയുകയും വേണം. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഒരു നെഗറ്റീവ് റെസ്പോൺസ് ആയിരിക്കും എപ്പോഴും ഉണ്ടാവുന്നത്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നു എന്ന് വിചാരിക്കുക. ഇത് ആളുകളോട് പറയും, അതായത് ക്ലോസ് ആയിട്ടുള്ള ആളുകൾ എന്ന് പറയും. ഇപ്പൊ നെഗറ്റീവ് തൊട്ടുള്ള ആളുകളോടായിരിക്കും നമ്മൾ പറയും, ഞാൻ ഈ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ അവര് പറയുന്ന ഒരു കാര്യം, എന്തിനാണ് അത് ചെയ്യുന്നത്, അത് ശരിയാവില്ല, നീ ചെയ്ത ഒരിക്കലും ശരിയാവില്ല. ുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർ നമുക്ക് എന്തായാലും ഒരു കാര്യം അവരോട് പറയേണ്ടി വരും. പക്ഷെ പറയുന്നതിന് മുമ്പേ പേടിയാണ്, അവരുടെ ഭാഗത്ത് നിന്ന് ഇതായിരിക്കും വരുന്നത്, നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ആ മൈൻഡ് അത് വെച്ച് നമ്മൾ പറയണം. പക്ഷെ ഒരിക്കലും പോസിറ്റീവ് കിട്ടത്തില്ല അങ്ങനെയുള്ള ആൾക്കാരൊന്നും. ഫോർ എക്സാമ്പിൾ മോണ്ടിസോറി ക്ലാസ്സിൽ ചേർന്നത് തന്നെ, ഇനി ചേർന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ, ഇതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ, അങ്ങനെയുള്ള തോട്ട്സുകളും വരുന്നുണ്ട്. ഇവൻ നമ്മളൊരു ചെടി നട്ടാൽ അല്ലെങ്കിൽ ഒരു വിത്ത് കൊണ്ടേ നട്ടിട്ടുണ്ടെങ്കിൽ അതെങ്ങും കണക്കിലാവാൻ പോണൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഇറങ്ങിയപ്പോ ഞാൻ ഇതുപോലെ എന്റെ റിലേറ്റീവിന്റെ പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം 2 years കഴിഞ്ഞ് എന്നെ ആ ടൈമിൽ നെഗറ്റീവ് അടിച്ച ആള് 2 years കഴിഞ്ഞപ്പോ പുള്ളിക്കാരി പോയി പഠിച്ചു. ഞാനപ്പോ അവരെ എൻകറേജ് ചെയ്യാ ചെയ്തത്. ഞാൻ പഠിക്കാൻ പോകുന്ന ആ ടൈമിൽ എന്നെ നെഗറ്റീവ് അടിച്ച് ഒരുപാട് ബാക്കിലോട്ട്. പക്ഷെ ഞാൻ പോയി പഠിച്ചു. ഞാൻ ഈ ചെവി കൂടെ കേട്ട ആ ചെവി കൂടെ കളഞ്ഞു. എനിക്കറിയാം പുള്ളിയുടെ അവിടെ നിന്ന് ഇതേ വരുള്ളൂ എന്ന് എനിക്കറിയായിരുന്നു. നെഗറ്റീവ് ആയിട്ടുള്ള തോട്ടുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടാതിരിക്കുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ പോസിറ്റീവ് ചിന്തയുള്ള ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ അല്ലെ. ഇത്തരത്തിലുള്ള ആളുകൾക്ക് ലൈഫിൽ ഒരു ഹോപ്പ് ഉണ്ടാകും, ഒരു പ്രതീക്ഷ. ഭയങ്കര ഡിസ്റ്റർബൻസ് കേൾക്കാൻ പറ്റുന്നില്ല. മ്യൂട്ട് ചെയ്യട്ടോ, എല്ലാവരും മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ മൈക്ക് ഓഫ് ചെയ്യേണ്ട വരും. മ്യൂട്ട് ചെയ്യൂട്ടോ.
ഞാൻ പറയുന്ന ആളുകൾ മാത്രം റിപ്ലൈ തന്നാ മതി. ഓക്കെ, ചോദിക്കുന്ന ആളുകൾ മാത്രം. എല്ലാവരും ഒന്ന് ഓഫ് ചെയ്യൂ പ്ലീസ്. കവിത ഓഫ് ചെയ്യൂ കേട്ടോ. രഞ്ജിനി മൈക്ക് ഓഫ് ചെയ്യൂ. ഓക്കെ. ഓക്കെ, അപ്പൊ പോസിറ്റീവ് ചിന്തയുള്ള ആളുകൾക്ക് എന്താണ് ലൈഫില് ഹോപ്പ് ഉണ്ടാകും എന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ, അതായത് ഒരു പ്രതീക്ഷ ഉണ്ടാകും അല്ലെ. മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹോപ്പ് ഉണ്ടാകും. ഇനി മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ചില ആളുകൾക്ക് അതായത് ഉറക്കം കൂടുതൽ ഉണ്ടാകും. ഇനി ചില ആളുകൾക്കാണെങ്കിൽ ഉറക്കം കുറവായിരിക്കും ഉണ്ടാകുന്നത്. 2 കാറ്റഗറിയിലും പെടുന്ന ആളുകളുണ്ട് കേട്ടോ. ഇനി അതുപോലെ തന്നെ ചില ആളുകൾക്ക് വിശപ്പ് കൂടുതലായിരിക്കും, ചില ആളുകൾക്ക് വിശപ്പ് കുറവായിരിക്കും. ഓക്കെ, അതും മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അതായത് നമ്മൾക്ക് ഒരു ദിവസം പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും, പക്ഷെ അത് കൃത്യസമയത്ത് ചെയ്യണം എന്നില്ല ചില ആളുകൾ. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെ മറ്റുള്ളവരെ കേൾക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ചില ആളുകൾക്ക്. അതായത് ചില ആളുകൾ ചില ആളുകൾ ശ്രദ്ധിക്കാറുണ്ട്, ആളുകൾ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാലും അത് കൃത്യമായിട്ട് ലിസൺ ചെയ്യുക എന്നുള്ളത്. ഇനി മറ്റുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് മൈൻഡ് ചെയ്യില്ല, അതായത് കേൾക്കുന്നത് പോലെ അഭിനയിക്കും, പക്ഷെ കേൾക്കുന്നുണ്ടാവില്ല, വേറെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റുള്ളവരെ പറ്റി നെഗറ്റീവ് ആയിട്ടുള്ള ധാരണകള് വെക്കുക, അല്ലെ, തെറ്റിദ്ധാരണകള് അല്ലെ. അതായത് നമ്മൾ ഒരു വ്യക്തിയെ ശരിയായിട്ട് ജഡ്ജ് ചെയ്യാതെ അല്ലെങ്കിൽ ശരിയായിട്ട് ഇവാലുവേറ്റ് ചെയ്യാതെ അയാളെ കുറിച്ച് മോശം കാര്യങ്ങൾ പ്രചരിപ്പിക്കുക, മോശം കാര്യങ്ങൾ ചിന്തിക്കുക എന്നുള്ളത് ഇതിൽ പെടുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. നമ്മൾ ചെയ്ത കാര്യം തന്നെ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതും ഇതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മള് വെൽനെസ് ആണ് കേട്ടോ. നിങ്ങള് വെൽനെസ് ഒന്ന് റീഡ് ചെയ്യുക. ടെക്സ്റ്റ് ബുക്ക് കിട്ടിയോ എല്ലാവർക്കും? ഇല്ല, കിട്ടിയിട്ടില്ല. വെൽനെസ് ഒന്ന് റീഡ് ചെയ്യൂ കേട്ടോ. വെൽനെസ് കിട്ടിയിട്ടില്ല. വെൽനെസ് റീഡ് ചെയ്യൂ. ഒരു സെക്കൻഡ് കേട്ടോ, ഞാൻ ഇപ്പൊ വരാം. വെൽനെസ് ഒന്ന് റീഡ് ചെയ്യൂ. റീഡ് ചെയ്ത് കഴിഞ്ഞോ?
Wellness. Wellness is a condition that characterizes a state of positive health in the individual's complete biological and physiological, psychological well-being, as decorated by quality of life and a sense of well-being. അതായത് വെൽനസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന ഒരു സമഗ്രമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയാ, ടോട്ടലി ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതായത് നമ്മുടെ മനസ്സിന് മാത്രമല്ല, നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, രണ്ടിനും കൂടി, അതായത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരേപോലെ തന്നെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന ഒരു അവസ്ഥയാണ് വെൽനസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഗുണനിലവാരത്തെയും അതുപോലെ തന്നെ നമ്മുടെ ക്ഷേമത്തെയും റിഫ്ലക്ട് ചെയ്യിക്കുന്നു. അപ്പൊ വെൽനസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? പറഞ്ഞു തീർന്നിട്ടില്ല കേട്ടോ, തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞ സെന്റൻസുകൾ ഓക്കെ ആണോ? അപ്പൊ വെൽനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടും കൂടി മിക്സഡ് ആയിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ. അതിനകത്ത് ചില ഫാക്ടേഴ്സ് വരുന്നുണ്ട്, അതാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. അതിനകത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞു, ശാരീരികമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവുക, അതിന്റെ കൂടെ തന്നെ മെന്റൽ ഫിറ്റ്നസ് ഉണ്ടാവുക. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് സോഷ്യലി നമ്മളൊരു വെൽബീയിങ് ആവുക, അതായത് നമ്മൾക്ക് ഇന്ററാക്ഷൻ ഉണ്ടാവാം മറ്റുള്ളവരുമായിട്ട്. നമ്മളൊന്ന് സൊസൈറ്റിയിൽ നോക്കിക്കഴിഞ്ഞാല് നമ്മൾക്ക് കാണാനായിട്ട് സാധിക്കും, നമ്മുടെ സൊസൈറ്റിയിൽ, നമ്മുടെ സമൂഹത്തില് കാര്യമായിട്ട് പരിഗണിക്കപ്പെടാതെ പോകുന്ന ആളുകളുണ്ട്, അല്ലെ? കഴിവുകൾ ഉണ്ടായിട്ടും പരിഗണിക്കപ്പെടാതെ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാതെ പോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾക്ക് നല്ല രീതിയിലുള്ള ജോലി ഉണ്ടാവും, അതായത് ഉയർന്ന പൊസിഷനിലായിരിക്കും അവരുടെ ജോലി, പിന്നെ അതുപോലെ തന്നെ നല്ല വീട് ഉണ്ടാകും, അതുപോലെ ധാരാളം പണം ഉണ്ടാകും, വെഹിക്കിൾസ്, വാഹനങ്ങൾ ഉണ്ടാകാം. പക്ഷെ അവർക്ക് മനസമാധാനം എന്നുള്ള ഒന്ന് കിട്ടണമെന്നില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? ചില ആളുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എല്ലാ തരത്തിലുള്ള സുഖജീവിതമായിരിക്കും അവര് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ചിലപ്പോൾ അവരുടെ വീട് ചിലപ്പോൾ 2-3 നിലയിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക, കുറെ അധികം കാറുകളും ബൈക്കുകളും ഒക്കെ ഉണ്ടാകും, പിന്നെ കയ്യിൽ നിറയെ പണം ഉണ്ടാവും ഏത് സമയവും, പിന്നെ അതുപോലെ തന്നെ ഉയർന്ന രീതിയിലുള്ള ജോലി ആയിരിക്കും ഉണ്ടായിരിക്കുക, റാങ്ക് മേടിച്ചിട്ടായിരിക്കും പാസ്സായിട്ടുണ്ടാവുക കോളേജിൽ നിന്നൊക്കെ. അപ്പൊ പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളുടെ ലൈഫ് നമ്മളൊന്ന് ഡീപ്പായിട്ടൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് അവർക്ക് മനസ്സമാധാനം എന്നുള്ള ഒരു കാര്യം കിട്ടണം എന്നില്ല. ഓക്കെ. അതുപോലെ തന്നെ അവര് സാമൂഹികമായിട്ട്, അതായത് സൊസൈറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത ആളുകളും അതിന്റെ കൂട്ടത്തിൽ ഉണ്ടാകാം. അപ്പൊ ഇത്തരത്തില് സോഷ്യൽ ഇന്ററാക്ഷൻസ് ഇല്ലാത്തവര് അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ജീവിതം ഇല്ലാത്തവര്, ഇത്തരക്കാരാണ് നേരത്തെ മരിച്ചു പോകുന്നതും നേരത്തെ നര വരുന്നതും. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഹാർവാർഡ് യൂണിവേഴ്സിറ്റി പറയുന്നതാണ് കേട്ടോ. ഓക്കെ. അതായത് നേരത്തെ, അതായത് കുറെ അധികം കാലം ജീവിക്കാതെ, അതായത് വളരെ നേരത്തെ മരിച്ചു പോകുന്ന ആളുകളുണ്ട്, അല്ലെ? അതായത് ചിലപ്പോ കൂടുതൽ പണം ഉണ്ടാകാം കയ്യില്, എന്താ പറയാ, വേറെ കുറെ അധികം സൗകര്യങ്ങൾ ഉണ്ടാകാം, പക്ഷെ നേരത്തെ തന്നെ മരിച്ചു പോകുന്നു. അല്ലെങ്കിൽ ഒറ്റപ്പെടലിന്റെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇത് അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളം പണം ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ വലിയ വണ്ടികൾ ഉള്ളത് കൊണ്ടോ വലിയ വീടുള്ളത് കൊണ്ടോ ഒന്നും തന്നെ നമുക്ക് നമ്മൾ വെല്ലാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. മറിച്ച് നമുക്ക് എല്ലാ തരത്തിലുമുള്ള ഒരു വെൽഫെയർ നമ്മൾക്ക് ഉണ്ടെങ്കിലേ നമുക്ക് വെല്ലാണെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൽ അവർ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാല്, ആരാണ് കൂടുതൽ കാലം ജീവിക്കുന്നത് എന്നുള്ളൊരു പഠനം അവർ നടത്തുകയുണ്ടായി. ആ പഠനത്തിൽ അവർക്കൊരു കിട്ടിയ കാര്യം എന്ന് പറയുന്നത്, ഫാമിലിയുമായും അതുപോലെ തന്നെ മക്കളുമായും ഫാമിലി മെമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾ ഉള്ളവരുമായിട്ടും കൂടുതലായിട്ട് മിങ്കിൾ ചെയ്യുന്നത് ആരാണോ അവരാണ് ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ്? രേവതി പറയും, എന്തുകൊണ്ടാണ്? ഒരാൾ പറഞ്ഞാൽ മതി കേട്ടോ. രേവതി, എന്താണ് കാരണം? ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ് ഈ പഠനം നടത്തിയത്. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയാണ് പറയുന്നത് എന്ത്, ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അവര് ഫാമിലിയുമായും ഫ്രണ്ട്സുമായും ഫാമിലി മെമ്പേഴ്സുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ മിങ്കിൾ ചെയ്യുന്നുണ്ട്. അവർക്ക് കൂടുതൽ കാലം ജീവിക്കാം, അല്ലെ? കാരണം ദർ ഹാപ്പി, അല്ലെ? അവര് ഹാപ്പി അല്ലേ? നമ്മൾക്കറിയാം, നമ്മളൊക്കെ ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ്, അല്ലെ? അപ്പൊ ഫാമിലിയുടെ കൂടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അല്ലെ? അത് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല. ശരിയാണോ ഞാൻ പറഞ്ഞത്? ഓക്കെ.
അപ്പോ ഇത്തരത്തിൽ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, വെൽനെസ് ചേർന്നാലേ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു ഹെൽത്തി വെൽബീയിങ് ആണെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ ഫിസിക്കലി ഫിറ്റ് ആവണം, മെന്റൽ ഹെൽത്ത് ഉണ്ടാവണം, മറിച്ച് സൊസൈറ്റിയുമായിട്ടും ഫാമിലിയുമായിട്ടൊക്കെ ഇന്ററാക്ഷൻ ഉണ്ടാകുകയും ചെയ്താലാണ് ഒരു മനുഷ്യന്റെ ഹെൽത്തി ലിവിങ് ആണെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലായോ പറഞ്ഞു വന്ന പോയിന്റുകൾ എന്താണെന്ന്? ഓക്കെ. അപ്പോ നമുക്ക് ഒരാളെ പണമുള്ളത് കൊണ്ട് അദ്ദേഹം ഹെൽത്തി ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, അല്ലെ? ഒരാള് നല്ല രീതിയിൽ ഫിസിക്കലി ഫിറ്റ് ആണ്, എന്താ പറയാ, നല്ല രീതിയിൽ അയാളുടെ ശരീരം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ചിലപ്പോ പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അറിയാം ഇയാൾ ഓക്കെ ആണ്, ഇയാൾക്ക് എല്ലാ ഇതും ഉണ്ട്, പേടിക്കുന്ന എന്തിനാ, പക്ഷെ ഒന്നുമില്ല അതിനകത്ത്. അയാളുടെ മെന്റൽ ഹെൽത്ത് ചിലപ്പോൾ ഓക്കെ അല്ലായിരിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, മെന്റൽ ഹെൽത്ത് ഉണ്ടെന്ന് വിചാരിക്കുക, പക്ഷെ സമൂഹവുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇന്ററാക്ഷനോ കാര്യങ്ങളോ ഇല്ല, ഫാമിലി മെമ്പേഴ്സും ആയിട്ടില്ല, ഫാമിലി ആയിട്ടില്ല, ആരും ആയിട്ടില്ല, അയാള് നമുക്ക് വെല്ലല്ലാന്നേ പറയാനായിട്ട് സാധിക്കും. അപ്പൊ വെൽബീയിങ് എന്ന അല്ലെങ്കിൽ വെൽനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യന് കംപ്ലീറ്റ് ആയിട്ട്, അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവുക, മെന്റൽ ഹെൽത്ത് ഉണ്ടാവുക, സോഷ്യൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവുക, ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു വ്യക്തി നല്ല രീതിയിൽ വെല്ലാണെന്ന് പറയാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ഇത്രയുമാണ് വെൽനെസ് എന്ന് പറയുന്നതിന്റെ ഇമ്പോർട്ടൻസ് കേട്ടോ. ഓക്കെ. ഇനി വെൽനെസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് നേരത്തെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു മെന്റൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട്, അല്ലെ? അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാവുന്ന ചില പോയിന്റ്സും കൂടി വെൽനെസ്സിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതായത് നമുക്ക് വെൽനെസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പോസിറ്റീവ് ഇമോഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് ലവ്, അതുപോലെ തന്നെ സാറ്റിസ്ഫാക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഇമോഷൻസ് ഉണ്ട്. അത് നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ചില കാര്യങ്ങൾ നമുക്ക്, അതായത് നമ്മുടെ മനസ്സിന് സുഖം കിട്ടും, നമ്മൾ ഫിസിക്കലി നമ്മൾ വെല്ലാവുകയും ചെയ്യും. അതായത് ഇഷ്ടപ്പെട്ട ആളുകളോട് മിങ്കിൾ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താ പറയാ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സന്തോഷമുണ്ട്. അത് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല, അല്ലെ? നമ്മൾക്ക് ആ സമയത്ത് ആ വ്യക്തിയുമായിട്ട് ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിനെ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അല്ലെ? അത് ഏത് വ്യക്തിയായിക്കോട്ടെ ആ ഒരു കാര്യം നിങ്ങളെ വെൽനെസ്സിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നല്ല രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ ഇവിടെ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. ഓക്കെ, നല്ല രീതിയിലുള്ള സുഹൃത്ത് ബന്ധങ്ങൾ, നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് വെൽനെസ് കിട്ടാറുണ്ട്. ഇപ്പൊ അമ്പലത്തിൽ പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ, അല്ലെ? നമുക്ക് അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് നമുക്കൊരു പോസിറ്റിവിറ്റി ആണല്ലോ നമുക്ക് ഉണ്ടാവുക. നെഗറ്റീവ് തോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത്, നമ്മളൊരു എന്താ പറയാ രാവിലെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള എനർജിയും കാര്യങ്ങളൊക്കെ വരും. വല്ലാത്തൊരു സന്തോഷവും സമാധാനവുമാണ് നമുക്ക് ടെമ്പിളിലും ചർച്ചിലൊക്കെ പോയാൽ കിട്ടുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആകുമ്പോൾ ടൈം നോക്കാറില്ല നമ്മള്. അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ജോലി നമ്മൾ ചെയ്യുവാണെന്ന് വിചാരിക്കുക, നമ്മൾ എന്ത് ചെയ്യില്ല, അവിടെ നമ്മൾ ടൈം നോക്കില്ല, അല്ലെ? അപ്പൊ ആ സമയത്ത് ഞാൻ, അതായത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ജോലിയാണ് ഞാനിപ്പോ ചെയ്യുന്നത്, അല്ലെ? നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാനിവിടെ ടൈം ഒന്നും നോക്കുന്നില്ല, പകരം ഞാൻ എന്താ പറയാ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് തുറന്ന് ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാണ്, അല്ലെ? അപ്പൊ അതിലൂടെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതായത് നിങ്ങൾക്കത് കംപ്ലീറ്റ് ആയി മനസ്സിലായി എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക്, അല്ലെ? അപ്പൊ അതിലൂടെ എനിക്ക് വെൽനെസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മള് നല്ല ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, അതായത് നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുക, അതുപോലെ തന്നെ ഇപ്പൊ ഹസ്ബൻഡ് ആയാലും വൈഫായാലും ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ഉണ്ടാവുക, അതുപോലെ തന്നെ മക്കളും പാരന്റ്സുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻസ് ഉണ്ടാവുക. അപ്പൊ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടാകുന്നതിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്, വെൽനെസ്സിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാകുക എന്നുള്ളത്. നമ്മുടെ ലൈഫിന് എന്തെങ്കിലും ഒരു മീനിങ് വേണം, അല്ലെ? ഒരു പർപ്പസ് വേണം. എല്ലാവർക്കും തോന്നിയിട്ടുണ്ടോ അങ്ങനെ? പർപ്പസ് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? നമ്മുടെ ലൈഫിൽ, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ എത്തുക. ആ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് വേറെ ഒന്നിനും തന്നെ ലഭിക്കില്ല.
അതായത് നിങ്ങൾ ചിലപ്പോൾ ചെറുപ്പത്തിൽ നിങ്ങൾ മാറ്റിവെച്ച ലക്ഷ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള ലക്ഷ്യങ്ങളായിരിക്കാം, എന്ത് തന്നെ ആകട്ടെ, ആ ലക്ഷ്യം നമ്മൾ നിറവേറ്റുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷം മറ്റൊന്നിനും ലഭിക്കില്ല. ഓക്കെ, അതായത് ആ ഒരു മൊമെന്റിലാണ് ഒരു കാര്യം, ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ നേടുമ്പോൾ നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാകും. അത് നമ്മൾ ഭയങ്കരമായിട്ടുള്ള എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ അത് കിട്ടുന്നതെങ്കിൽ അതിന് ഇരട്ടി മധുരമായിരിക്കുമല്ലോ ഉണ്ടാവുക. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമ്മുടെ ലക്ഷ്യം അതായത് ഒരു മനുഷ്യനായാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാകണം. ആ ലക്ഷ്യത്തിന് വേണ്ടി അവൻ പ്രയത്നിക്കണം. അതിനകത്ത് അവൻ വിജയിച്ചു കഴിഞ്ഞാല് നമുക്ക് നല്ല രീതിയിൽ സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അച്ചീവ്മെന്റ്സ് ഉണ്ടാവുമ്പോൾ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അവാർഡുകൾ കിട്ടുമ്പോഴോ അംഗീകാരങ്ങൾ കിട്ടുമ്പോഴോ നമുക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിരിക്കും ഉണ്ടാവുക, അല്ലെ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് വെക്കുക, ചെറുപ്പ കാലഘട്ടത്തിൽ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രോഫി കിട്ടുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളെ സ്റ്റേജിലേക്ക് വിളിക്കുക, അല്ലെ? നിങ്ങളുടെ പേര് വിളിച്ച് സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ ട്രോഫി വാങ്ങുന്ന സമയത്ത്, അത് വാങ്ങിച്ചിറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊരു സന്തോഷമായിരിക്കും ഉണ്ടാവുക, അല്ലെ? അപ്പൊ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ നമുക്കത് ഇരട്ടി മധുരം തരുന്നതാണ്. അപ്പൊ ഈ വെൽനെസ് അല്ലെങ്കിൽ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനെസ് എന്ന് പറയുന്നത് ഒന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല. സുഖം, സമാധാനം, സന്തോഷം, ഇത് മൂന്നുണ്ടെങ്കിലാണ് ഒരു മനുഷ്യ ജീവിതം കംപ്ലീറ്റ് ആകുന്നത് കേട്ടോ. അപ്പോ ഈ ചില വ്യക്തികളുണ്ട്, ആ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാകും, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുള്ളൂ, നല്ല ജോലി ഉണ്ടാകും, ജോലി സ്ഥലത്ത് കംഫർട്ടബിൾ ആയിരിക്കുള്ളൂ, പക്ഷെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എപ്പോഴും ഭാര്യയോട് വഴക്കായിരിക്കുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മൾക്ക് വെൽനെസ് ഉണ്ടെന്ന് പറയാനായിട്ട് സാധിക്കില്ല. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെൽനെസ്സുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമുക്ക് ചൂട് കൂടുമ്പോൾ, അതായത് ക്ലൈമറ്റ് വെൽനെസ് എന്ന് പറയും. അതായത് നമ്മൾക്കിപ്പോ അറിയാം, അതായത് ഒരു മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ ഇവിടെ ഭയങ്കര ചൂടാണ്, അല്ലെ? ഭയങ്കര ഹോട്ടാണ്, അല്ലെ? ഭയങ്കരമായിട്ടുള്ള വെയിലും ചൂടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അസ്വസ്ഥരാകാറുണ്ട്, അല്ലെ? നമ്മൾ ഭയങ്കര ഡിസ്റ്റർബഡ് ആണ് ആ സമയത്ത്. അപ്പൊ നമുക്ക് വെല്ലാവില്ല നമ്മൾ, അല്ലെ? നമുക്ക് ആ സമയത്ത് വെൽനെസ് ഉണ്ടാവില്ല. ഇനി മഴ പെയ്യുന്ന സമയത്ത് ഭയങ്കര മഴയാണ്, ചുറ്റുമൊക്കെ ഭയങ്കര വെള്ളവും ചെളിയും ഒക്കെയാണ്. ഇത് കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് തോന്നും, അല്ലെ? ആ സമയത്ത് നമുക്ക് വെല്ലാണെന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുമായി ബന്ധപ്പെട്ട്, നമ്മുടെ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ടൊക്കെ എന്തുണ്ട്? വെൽനെസ് ഉണ്ട്. പുതിയ പഠനങ്ങൾ പറയുന്നതാണ് കേട്ടോ. ക്ലൈമറ്റ് വെൽനെസ് എന്ന് പറയുന്നത് പുതിയ രീതിയിലുള്ള പഠനങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വെല്ലാകാനായിട്ട് സാധിക്കില്ലെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് പറയാം കേട്ടോ. പിന്നെ വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവാണ്. സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ചെയ്യാൻ വേണ്ടി ജെറിൻ മോളെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് ടു ഓൾ. എൻ്റെ പേര് ജെറിൻ. നമുക്കിന്ന് ക്ലാസ്സിൽ ചേർന്ന ബഹുമാനപ്പെട്ട അശ്വതി മിസ്സിനോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ കോർഡിനേറ്റ് ചെയ്ത സംന മാം, പ്രയർ ചെയ്തിട്ടുള്ള രഞ്ജിനി ടീച്ചർ, സൈൻ ഇൻ ചെയ്ത അഞ്ജന മിസ്, തോട്ട് ഓഫ് ദി ചെയ്ത സൽമ മിസ്, ഇതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് ട്യൂസ്ഡേ കാണാം. ഓക്കെ, ബൈ. Thank you, ma'am. Okay, ma'am. Bye. Thank you. Thank you, ma'am. Thank you. Thank you. Thank you, ma'am. Thank you, ma'am. Thank you.